ബംഗളൂരുവിൽ മലയാളി യുവതിക്ക് നേരെ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കയ്യേറ്റ ശ്രമം. മുഖത്തടിക്കുമെന്ന യുവതിയെ ഭീഷണിപ്പെടുത്തി. സംഭവത്തിന്റെ വീഡിയോ യുവതി എക്സിൽ പോസ്റ്റ് ചെയ്തു. യൂബറിന് പരാതി നൽകുമെന്ന് യുവതി അറിയിച്ചു. ബുക്ക് ചെയ്ത ലൊക്കേഷനിലേക്ക് പോകാൻ ഓട്ടോ ഡ്രൈവർ കൂട്ടാക്കാത്തതാണ് തർക്കത്തിന് കാരണമായത്. ಸ್ವಲ್ಪ ಆ ಕಡೆ ಡ್ರಾಪ್ ಮಾಡಿ ಅಲ್ಲಿ ಡಾಗ್ ಇದೆ ಅಂಕಲ್ ಬರೋದೇ ಇಲ್ಲ ಲೊಕೇಶನ್ ಅಲ್ಲೇ ಇದೆ ಅಲ್ವಾ ಆಯ್ತು ಇಲ್ಲ ಅಂಕಲ್ ಅಲ್ಲೇ ಡ್ರಾಪ್ ಮಾಡಿ ಇಲ್ಲ ಅಂದ್ರೆ ಇಲ್ಲ ಹೋಗಲ್ಲ ಸ್ಟಾಪ್ ಮಾಡಿ ಅಲ್ಲಿ ಸ್ಟಾಪ್ ಮಾಡಿ ಅಂಕಲ್ ಸ್ಟಾಪ್ ಮಾಡಿ ಇಲ್ಲ ಅಂದ್ರೆ ನಾನು ಕಂಪ್ಲೇಂಟ್ ಮಾಡ್ತೀನಿ ಸ್ಟಾಪ್ ಮಾಡಿ ಅಂಕಲ್ ಇದು ಓವರ್ ಆಗಿ ಮಾಡಬಾರದು ಅರ್ಥ ಆಯ್ತಾ ಅದಕ್ಕೆ ಡ್ರಾಗ್ ಇದೆ ಎಲ್ಲಿದೆ ಡ್ರಾಗ್ ಎಲ್ಲಿದೆ ಏನು ಮೆಂಟ್ಲ ನಾನು ಕಂಪ್ಲೇಂಟ್ ಕೊಡ್ತೀನಿ ಅಂದ್ರೆ ಯಾರು ಕೊಡೋ ಕಂಪ್ಲೇಂಟ್ ನಾನು ಕೊಡ್ತೀನಿ ಕಂಪ್ಲೇಂಟ್ ನಾವು ಕೊಡಿ ഇത് ഈ ബാംഗ്ലൂർ നടക്കുന്ന എനിക്ക് മിക്ക ദിവസവും ഉണ്ടാകാറുള്ള ഒരു സംഭവമാണ് സ്ഥിരം ഊബർ ഡ്രൈവേഴ്സിന്റെ ദാറ്റ് സ്റ്റുപ്പിഡ് ഡ്രാമ അങ്ങനെ വേണം പറയാൻ. സീരിയസ്ലി 300 രൂപ കൊടുത്ത് 30 രൂപ ബസ്സിന് കൊടുക്കാനുള്ള സമയത്ത് ഞാൻ 300 കൊടുത്ത് ഊബർ ബുക്ക് ചെയ്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ ആ 500 മീറ്റർ ബസ് ഇറങ്ങിയിട്ട് നടന്ന് റൂമിലേക്ക് വരുന്ന വഴിക്ക് ഒരുപാട് ഡോഗ്സ് ഉണ്ട്. അപ്പൊ നൈറ്റ് ടൈം നടന്നു വരുന്നത് കുറച്ച് റിസ്കിയാണ്. അപ്പം ഒരുപാട് ഡോഗ്സുകളുണ്ട്. ഞാൻ റൂമിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് 300 റുപ്പീസ് കൊടുത്ത് ഊബർ ബുക്ക് ചെയ്ത് വന്നത്. ഉള്ളിലോട്ട് വരാൻ പറ്റില്ല, ചെറിയ റോഡാണ്, യൂട്ടേൺ എടുക്കാൻ പറ്റില്ല, അതുപോലെ ഭയങ്കര ഡ്രാമ. ഞാൻ പറഞ്ഞില്ല ഇതിനെക്കാട്ടും വലിയ വണ്ടി ഞങ്ങൾ ഊബർ ഓട്ടോയാണ് എടുത്തത്. ബട്ട് ടാക്സി കാർ വരെ ക്യാബ് വരുന്ന ഒരു സ്ഥലമാണ്. സോ മുന്നോട്ട് പോകാൻ പറഞ്ഞു. അപ്പോഴേ അയാൾക്ക് ചൊറിയായി. പിന്നെ അയാൾ അങ്ങോട്ട് പോകുന്നില്ല, ഇങ്ങോട്ട് പോകുന്നില്ല, ഇവിടെ വരെ വരുള്ളൂ പറഞ്ഞത്. മുഹമ്മദ് റഹീസ് ഉണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ മുഹമ്മദ് റഹീസ്, എന്താ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ലഭ്യമായ വിവരങ്ങൾ? മുഹമ്മദ് റഹീസ്. ഉന്മേഷ്, KA41C2777 എന്ന ഓട്ടോറിക്ഷയുടെ ഡ്രൈവറാണ് ഈ യുവതിക്ക് നേരെ അതിക്രമം കാട്ടിയതെന്നാണ് ഇപ്പോൾ പരാതി വരുന്നത്. രാത്രി ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് എത്തുകയായിരുന്നു യുവതി. അപ്പോൾ ഇവർ ഊബറിൽ ഓട്ടോ ബുക്ക് ചെയ്തു. ഓട്ടോ ബുക്ക് ചെയ്യുമ്പോൾ മറ്റൊരു നമ്പർ ആയിരുന്നു കാട്ടിയിരുന്നത്. പക്ഷേ ഈ നമ്പറിലുള്ള ഓട്ടോ വന്നിട്ടാണ് ഇവരെ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ വീടിനടുത്തേക്ക് കൊണ്ടുപോകാതെ, ആ ലൊക്കേഷനിൽ കൊണ്ടുപോകാതെ ഏതാണ്ട് 300 മീറ്റർ ഇപ്പുറത്തോളം നിർത്തിയിട്ടാണ് ഇവരോട് നടന്നു പോകാൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഈ വീടിനടുത്ത് നായശല്യം ഉണ്ടായതിനാലും രാത്രി ഒറ്റയ്ക്ക് നടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടായതിനാലുമാണ് ഇവർ ഈ ഓട്ടോ ബുക്ക് ചെയ്തത്. അപ്പോൾ തന്നെ വീട്ടിലേക്ക് ആക്കണമെന്ന് പറയുന്നു. പക്ഷേ ഒരു തരത്തിലും ഇയാൾ വീട്ടിലാക്കാൻ നിരന്തരം പറയുമ്പോഴും യുവതി വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറാകുന്നില്ല. അങ്ങനെയാണ് ഇവർ തിരിച്ച് ഈ ഓട്ടോയിൽ തന്നെ ഇവരെ മറ്റെവിടെയൊക്കെ കൊണ്ടുപോകാൻ ഇയാൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇയാൾ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതുമൊക്കെ ഈ ദൃശ്യങ്ങളിലുണ്ട്. മുഖത്തടിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നാണ് യുവതി ഇപ്പോൾ ഒരു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആരോട് പരാതി പറഞ്ഞാലും പ്രശ്നമില്ല, പോലീസിനോട് പരാതിപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല എന്നതടക്കം ഇവർ പറഞ്ഞു. അതിനുശേഷമാണ് ഇവർ ഓട്ടോയിൽ നിന്ന് പുറത്തിറങ്ങാൻ കൂട്ടാക്കാത്തപ്പോൾ ഓട്ടോയുമായി ഇയാൾ തിരികെ പോകാൻ ശ്രമിച്ചത്. എന്തായാലും യുവതി ഈ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിന് പിന്നാലെ നിരവധി പേർ ഇത്തരത്തിൽ പരാതികളുമായി വരുന്നുണ്ട്. നിരന്തരമായി ഊബർ ബുക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഡ്രൈവർമാര് കറക്റ്റ് സ്ഥലത്ത് ഇറക്കാറില്ല. ഇത്തരത്തിൽ അധിക്ഷേപിക്കുകയും അതിക്രമം കാട്ടുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല കൃത്യമായ നമ്പറിലുള്ള ഊബർ പോലും അല്ല വന്നിവരെ പിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും പരാതി ഉയരുന്നു. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ഉന്മേഷ്. ശരി, മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.